ഹലോ, ടൂളുകൾ പരിചിതമാക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനുമുള്ള സെഷനിലേക്ക് സ്വാഗതം. ഈ സെഷന്റെ ലക്ഷ്യങ്ങൾ നമുക്ക് നോക്കാം. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്കിവ ചെയ്യാൻ സാധിക്കും. സ്വീവിംഗ് ടൂളുകൾ തിരിച്ചറിയാനും അവയുടെ പ്രാധാന്യം വിശദീകരിക്കാനും, സ്വീവിംഗ് ടൂളുകൾ കൈകാര്യം ചെയ്യുമ്പോൾ പാലിക്കേണ്ട സേഫ്റ്റി പ്രിക്വേഷനുകൾ പകർന്നുകൊടുക്കാനും. ആദ്യം സ്വീവിംഗ് ടൂളുകളും അവയുടെ പ്രാധാന്യവും നമുക്ക് തിരിച്ചറിയാം. സ്വീവിംഗ് ടൂളുകൾ എന്നാൽ ടൈലറിംഗ് അല്ലെങ്കിൽ സ്വീവിംഗ് കലയിലൂടെ ഗാർമെന്റുകളും ടെക്സ്റ്റൈലുകളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ടൂളുകളാണ്. ആവശ്യങ്ങളെ അടിസ്ഥാനമാക്കി ടൂളുകളെ 5 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. അതായത് മെഷറിംഗ് ടൂളുകൾ, ഡ്രാഫ്റ്റിംഗ് ടൂളുകൾ, മാർക്കിംഗ് ടൂളുകൾ, കട്ടിംഗ് ടൂളുകൾ, സ്വീവിംഗ് ടൂളുകൾ. ആദ്യം നമുക്ക് മെഷറിംഗ്, ഡ്രാഫ്റ്റിംഗ് ടൂളുകളെക്കുറിച്ച് പഠിക്കാം. ഒരു മെഷറിംഗ് ടേപ്പ് എന്നാൽ ഫ്ലെക്സിബിൾ ഫൈബർ ഗ്ലാസിലോ ഫാബ്രിക് മെഷറിംഗ് ടാപ്പിലോ നിർമ്മിച്ചതാണ്. ഇത് ശരീരത്തിന്റെ മെഷർമെന്റ് എടുക്കുന്നതിനും പാറ്റേണുകൾ, ലേഔട്ടുകളും മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഓവർകോട്ട്, സ്ത്രീകളുടെ നൈറ്റികൾ, ഗൗണുകൾ മുതലായവ പോലുള്ള നീളമുള്ള വസ്ത്രങ്ങൾ അളക്കാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് മെഷറിംഗ് സ്റ്റാൻഡ്. ഫ്ലെക്സിബിൾ ആയതും ഫോമുകളോ ഫിഗറുകളോ അളക്കാൻ ഉപയോഗിക്കുന്നതുമായ ടൂളാണ് മെറ്റൽ ടേപ്പ്. ഇനി നമുക്ക് ഡ്രാഫ്റ്റിംഗ് ടൂളുകളെക്കുറിച്ച് നോക്കാം. മരം അല്ലെങ്കിൽ ഇരുമ്പ് കൊണ്ടാണ് എൽ സ്കെയിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ ഒരു ആർമിന് 12 ഇഞ്ച് നീളവും മറ്റൊന്നിന് 24 ഇഞ്ച് നീളവുമുണ്ട്. ഓരോ ഇഞ്ചും 8 ഭാഗങ്ങളാക്കി മാർക്ക് ചെയ്തിരിക്കും. സ്ട്രെയിറ്റ് ലൈനുകളും റൈറ്റ് ആംഗിളുകളും അളക്കുന്നതിനും മാർക്ക് ചെയ്യുന്നതിനും ഇത് ഉപയോഗിക്കുന്നു. ഒരു ഗ്രാജുവേറ്റഡ് സ്ക്വയറും എൽ സ്ക്വയർ സ്കെയിൽ തന്നെയാണ്. പാറ്റേണുകൾ ഡ്രാഫ്റ്റ് ചെയ്യുന്നതിന് മാർക്കുകൾ ഉപയോഗിക്കുന്നു. ഇഞ്ചിലും സെന്റിമീറ്ററിലും മാർക്കുകൾ ഉള്ള ഫ്ലെക്സിബിൾ സ്റ്റിക്കാണ് മെഷറിംഗ് സ്റ്റിക്ക്. തുണിയുടെ ഗ്രെയിനുകൾ പരിശോധിക്കുന്നതിനും ഹെർമുകൾ അടയാളപ്പെടുത്തുന്നതിനും ഇത് ഉപയോഗിക്കുന്നു. ഡ്രസ് മേക്കേഴ്സ് ഗേജിന്റെ ഒരു വശത്ത് സ്കല്ലോപ്പ് എഡ്ജും മറുവശത്ത് സ്ട്രെയിറ്റ് എഡ്ജുമായിരിക്കും. പ്ലീറ്റുകൾ, ടക്കുകൾ തുടങ്ങിയവ അളക്കുന്നതിന് സ്കല്ലപ്പ് എഡ്ജ് ഉപയോഗിക്കുന്നു. ബട്ടൺ ഹോളുകൾ അളക്കുന്നതിന് സ്ട്രെയിറ്റ് എഡ്ജും ഉപയോഗിക്കുന്നു. സ്ലൈഡിംഗ് റോഡ് മാർക്കറോട് കൂടിയ 6 ഇഞ്ച് റൂളറാണ് സിം ഗേജ്. സിം മാർജിൻ, ലെങ്തുകൾ, ബട്ടണുകൾ, ബട്ടൺ ഹോളുകൾ തുടങ്ങിയവയും പ്ലീറ്റുകൾ, ടക്കുകൾ പോലെയുള്ളവയുടെ ഡിസൈൻ ഡീറ്റെയിലുകൾ മാർക്ക് ചെയ്യാനും ഇതുപയോഗിക്കുന്നു. ഒരു ട്രാൻസ്പെറന്റ് റൂളർ പ്ലാസ്റ്റിക് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് സ്ട്രെയിറ്റ് അല്ലെങ്കിൽ ബയാസ് ലൈനുകൾ അളക്കാൻ ഉപയോഗിക്കുന്നു. ഇഞ്ചുകളിലും സെന്റിമീറ്ററുകളിലുമുള്ള മാർക്കുകളോട് കൂടിയ ട്രാൻസ്പെറന്റ് ടൂളാണ് ടി സ്ക്വയർ. ഇത് എഡ്ജുകളുടെ സ്ക്വയർനെസ് അളക്കാൻ ഉപയോഗിക്കുന്നു. ക്രിസ്റ്റൽ ക്ലിയർ ഷാഫ്റ്റർ പ്രൂഫ് സിന്തറ്റിക് മെറ്റീരിയൽ, മെറ്റൽ അല്ലെങ്കിൽ വുഡ് എന്നിവ കൊണ്ടാണ് ഒരു സെറ്റ് സ്ക്വയർ നിർമ്മിച്ചിരിക്കുന്നത്. ഇവ ഡിസൈൻ അല്ലെങ്കിൽ പാറ്റേൺ ഡിപ്പാർട്ട്മെന്റിൽ ഉപയോഗിക്കുന്നു. പേപ്പർ കാർഡ്ബോർഡ് കൊണ്ടാണ് ഒരു കാർഡ് സ്കെയിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് റെക്കോർഡ് നോട്ട്ബുക്കുകളിലെ ചെറിയ ഡ്രാഫ്റ്റിംഗുകൾക്കായാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്. ഒരു ടൈലേഴ്സ് ആർട്ട് കർവ് വുഡ്, പ്ലാസ്റ്റിക്, സ്റ്റീൽ എന്നിവ കൊണ്ടാണ് നിർമ്മിക്കുന്നത്. ഒരു വശത്ത് 1/2 സെന്റിമീറ്ററും മറുവശത്ത് 1 സെന്റിമീറ്ററിന്റെ 5/1 എന്ന നിലയിലും മാർക്കിങ്ങുകൾ ഉൾക്കൊള്ളുന്നു. ഡ്രാഫ്റ്റിംഗിൽ കർവുകൾ വരയ്ക്കാൻ ഇത് ഉപയോഗിക്കുന്നു. ഒരു ഫ്രഞ്ച് കർവ് ട്രാൻസ്പെറന്റായ പ്ലാസ്റ്റിക് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നെക്ക്, ആം ഹോൾ ഡെപ്ത്, സൈഡ്, ബോട്ടം എന്നിവയുടെ ഷേപ്പ് വരയ്ക്കാൻ ഇത് ഉപയോഗിക്കുന്നു. കർവ്ഡ് പാറ്റേൺ പീസുകളുടെ ഏത് ഷേപ്പുകളിലേക്കും ബെൻഡ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഫ്ലെക്സിബിൾ റബ്ബർ കൊണ്ടാണ് ഒരു ഫ്ലെക്സിബിൾ കർവ് നിർമ്മിച്ചിരിക്കുന്നത്. വുഡ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ടാണ് ഹിപ്പ് കർവ് അല്ലെങ്കിൽ കർവ് റൂളർ നിർമ്മിച്ചിരിക്കുന്നത്. ഹിപ്പിനും കർവ് ഏരിയകൾക്കും ചുറ്റുമുള്ള ഗാർമെന്റ് പാറ്റേണുകൾ ഷേപ്പ് ചെയ്യുന്നതിനും അഡ്ജസ്റ്റ് ചെയ്യുന്നതിനും ഉപയോഗിക്കുന്ന ചെറിയ രീതിയിൽ കർവ് ചെയ്തിട്ടുള്ള റോഡാണിത്. ഒരു ലോങ് റൂളിൽ ഇഞ്ചിലും സെന്റിമീറ്ററിലും മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. സ്ട്രെയിറ്റ് ലൈനുകൾ വരയ്ക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. കർവുകളും ആർക്കുകളും വരയ്ക്കാൻ ഉപയോഗിക്കുന്ന മെറ്റൽ കൊണ്ട് നിർമ്മിച്ച ഒന്നാണ് കോമ്പസ്. ഒരു അംബ്രല്ല ഫോർക്കിൽ കർവ് ഉണ്ടാക്കാൻ ഇത് സഹായിക്കുന്നു. അടുത്തതായി മാർക്കിംഗ് ടൂളുകളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ടൈലേഴ്സ് ചോക്ക് എന്നത് തുണിയിൽ ടെമ്പററി മാർക്കുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഹാർഡ് ചോക്കാണ്.
മാർക്കിംഗ് പെൻ സ്വയം മായ്ക്കാൻ കഴിയുന്നതായിരിക്കാം, അല്ലെങ്കിൽ കഴുകിയോ അല്ലെങ്കിൽ അയണിങ്ങിലൂടെയോ നീക്കം ചെയ്യാം. തുണിയുടെ മുകളിൽ മാർക്ക് ചെയ്യാൻ ഇത് ഉപയോഗിക്കുന്നു. ഒരു ചിത്രം എളുപ്പത്തിൽ ട്രേസ് ചെയ്യുന്നതിന് ഒരു ട്രേസിംഗ് പേപ്പർ ഉപയോഗിക്കുന്നു, കാരണം അതിലൂടെ കാണാൻ സാധിക്കും. പാറ്റേണിൽ നിന്ന് ട്രേസിംഗ് പേപ്പർ ഉപയോഗിച്ചോ അല്ലാതെയോ മാർക്കിങ്ങുകൾ ഫാബ്രിക്കിലേക്ക് മാറ്റാൻ ഒരു ട്രേസിംഗ് വീൽ ഉപയോഗിക്കുന്നു. സെറേറ്റഡ് എഡ്ജുള്ളതും സ്മൂത്ത് എഡ്ജുള്ളവയുമാണ് രണ്ടു തരത്തിലുള്ള ട്രേസിംഗ് വീലുകൾ. സ്ട്രെയിറ്റ് പിന്നുകൾ എന്നാൽ മൂർച്ചയുള്ളതും മിനുസമാർന്നതും റസ്റ്റ് പ്രൂഫുമായ പിന്നുകളാണ്. ഇവയെ പൊട്ടാതെ വളയ്ക്കാൻ കഴിയും. പിൻ കുഷ്യനുകൾ വ്യത്യസ്ത സ്റ്റൈലുകളിലുണ്ട്. ഇത് പിന്നുകളും നീഡിലുകളും മൂർച്ച കൂട്ടുകയും വൃത്തിയാക്കുകയും ചെയ്യുന്നു. ക്ലോത്തിങ്ങിലെ നിബന്ധനകളുടെ ഒരു 3 ഡയമെൻഷണൽ വ്യൂ നൽകാൻ ഒരു ഡ്രസ് ഫോം ഉപയോഗിക്കുന്നു. ഇവ വ്യത്യസ്ത വലുപ്പത്തിലും ഷേപ്പിലും ലഭ്യമാണ്. കട്ടിംഗ് പാറ്റേണുകളിൽ പൊസിഷനിംഗ് മാർക്കുകൾ പ്ലേസ് ചെയ്യുന്നതിനായാണ് നോച്ചുകൾ ഉപയോഗിക്കുന്നത്. ആവശ്യത്തിനനുസരിച്ച് ഇവ വ്യത്യസ്ത ഷേപ്പുകളിൽ ലഭ്യമാണ്. ട്രേസിംഗ് പേപ്പറുകളിൽ മാർക്ക് ചെയ്യുന്നതിനും ഡ്രോയിംഗ് ചെയ്യുന്നതിനുമാണ് പെൻസിൽ ഉപയോഗിക്കുന്നത്. ആവശ്യാനുസരണം മാർക്കിങ്ങുകൾ മാറ്റുന്നതിന് എറേസറുകൾ ഉപയോഗിക്കുന്നു. അടുത്തതായി കട്ടിംഗ് ടൂളുകളെക്കുറിച്ച് നമുക്ക് നോക്കാം. നിന്നുകൊണ്ട് ജോലി ചെയ്യുന്ന ആളുകൾ ഒരു കട്ടിംഗ് ടേബിളും ഇരുന്നുകൊണ്ട് ജോലി ചെയ്യുന്ന ആളുകൾ ഒരു കട്ടിംഗ് ബോർഡും ഉപയോഗിക്കുന്നു. പേപ്പർ ഷിയറുകൾക്ക് നീളത്തിലുള്ള ബ്ലേഡുകൾ ഉണ്ടായിരിക്കും. നേർത്ത പേപ്പറുകൾ കൃത്യമായി മുറിക്കുന്നതിന് ഇവ ഉപയോഗിക്കുന്നു. എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് ഹാൻഡ് സിസറുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എല്ലാ ജനറൽ പർപ്പസ് കട്ടിംഗ് ഓപ്പറേഷനുകൾക്കും ഇവ ഉപയോഗിക്കുന്നു. ടൈലേഴ്സ് ഷിയറുകൾ വലുതും സ്ഥിരതയുള്ളതുമാണ്. ഒരു ലെയർ മാത്രമുള്ള ഗാർമെന്റ് കോമ്പണന്റുകൾ മുറിക്കുന്നതിന് ഇത് അനുയോജ്യമാണ്. പാറ്റേൺ ഷിയറുകൾ ഹാൻഡിലുകൾ ശക്തമായി ഷേപ്പ് ചെയ്തിട്ടുള്ളതാണ്. കൂടാതെ ചെറുതും ശക്തവുമായ ബ്ലേഡുകളേക്കാൾ വളരെ നീളവുമുണ്ട്. തിക്ക് കാർഡ്ബോർഡുകൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കുകളിൽ നിന്ന് പാറ്റേൺ പ്ലേറ്റുകൾ മുറിക്കുന്നതിന് ഇവ ഉപയോഗിക്കുന്നു. ആകർഷകമായ ട്രിമ്മിങ്ങിനായി സിഗ്സാഗ് പ്രൊഫൈലുകൾ ഉപയോഗിച്ച് എഡ്ജുകൾ മുറിക്കുന്നതിന് പിങ്കിംഗ് ഷിയറുകൾ ഉപയോഗിക്കുന്നു. ഇത് ഫ്രേയിങ്ങിനുള്ള പ്രവണത കുറയ്ക്കുന്നു. ഓപ്പൺ ബട്ടൺ ഹോളുകൾ കൃത്യമായി മുറിക്കുന്നതിനും വൃത്തിയുള്ളതും വെടിപ്പുള്ളതുമായ എഡ്ജുകൾ സൃഷ്ടിക്കുന്നതിനും ബട്ടൺ ഹോൾ സിസറുകൾ ഉപയോഗിക്കുന്നു. കട്ടിന്റെ നീളം ഒരു സ്ക്രൂ ഉപയോഗിച്ച് ക്രമീകരിക്കാൻ കഴിയും. എംബ്രോയിഡറി സിസറുകൾ മികച്ചതും ചെറുതുമായ ത്രെഡുകൾ പിടിക്കുന്നതിനും മുറിക്കുന്നതിനും അനുയോജ്യമാണ്. ഇതിന്റെ ഹാൻഡിലുകൾ നീളമുള്ളതാണ്. കൂടാതെ അവയിൽ കൂർത്ത ബ്ലേഡുകളുമുണ്ട്. വേസ്റ്റ് ത്രെഡ് വളരെ വേഗത്തിലും എളുപ്പത്തിലും സ്നിപ്പ് ചെയ്യുന്നത്, ട്രിം ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രാക്കിംഗ് സ്റ്റിച്ചുകൾ നീക്കം ചെയ്യുന്നത്, സീമുകൾ ഓപ്പൺ ചെയ്യുന്നത് തുടങ്ങിയവ സ്നിപ്പറുകൾ അനുവദിക്കുന്നു. സ്റ്റിച്ച് കട്ടറിന് നാരോ ഹെഡോടുകൂടിയ ഒരു ഹുക്ക്ഡ് എഡ്ജും ഉണ്ട്. ഇത് മെഷീൻ മെയ്ഡ് ബട്ടൺ ഹോളുകൾ ഓപ്പൺ ചെയ്യാൻ അനുയോജ്യമാണ്. ബോൺ, പ്ലാസ്റ്റിക് അല്ലെങ്കിൽ മെറ്റൽ തുടങ്ങിയവ ഉപയോഗിച്ചാണ് ഔൾ നിർമ്മിച്ചിരിക്കുന്നത്. ബട്ടൺ ഐ അല്ലെങ്കിൽ ഡ്രോസ്ട്രിംഗ് ഹോൾ വൃത്താകൃതിയിലാക്കുന്നതിനും ത്രെഡുകൾ പുറത്തെടുക്കുന്നതിനും ഇത് ഉപയോഗിക്കുന്നു. കാർഡുകൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പാറ്റേൺ ടെംപ്ലേറ്റുകൾ അല്ലെങ്കിൽ കട്ടിംഗ് പാറ്റേണുകൾ എന്നിവയിൽ ഹോളുകൾ നിർമ്മിക്കുന്നതിന് ഹോൾ പഞ്ചുകൾ ഉപയോഗിക്കുന്നു. ഇത് വ്യത്യസ്ത ഡയാമീറ്ററുകളിൽ ലഭ്യമാണ്. ഫാബ്രിക്കിന്റെ എഡ്ജുകളിൽ ഹോളുകൾ നിർമ്മിക്കാൻ റിവോൾവിംഗ് ഹോൾ പഞ്ച് ഉപയോഗിക്കുന്നു. ഇതിന് വ്യത്യസ്ത ഡയാമീറ്ററുകളിൽ പഞ്ചുകളുടെ ഒരു മാഗസീൻ ഉണ്ട്. അടുത്തതായി സ്വീവിംഗ് ടൂളുകളെക്കുറിച്ച് നമുക്ക് നോക്കാം. ചെറിയ സൂചികളുടെ ഐയിലൂടെ ത്രെഡ് കടത്തിവിടുന്നത് സഹായിക്കാൻ നീഡിൽ ത്രെഡർ ഉപയോഗിക്കുന്നു. പിൻ പ്രിക്കുകൾ ഇൻഡെക്സ് അല്ലെങ്കിൽ മിഡിൽ ഫിംഗറിൽ നിന്ന് തെന്നിമാറി വിരലുകളിൽ കുത്തുന്നതിൽ നിന്ന് സംരക്ഷിക്കുകയും ഒപ്പം ഫിംഗർ ടിപ്പിനെയും സംരക്ഷിക്കുന്നതിനുള്ള പ്രൊട്ടക്റ്റീവ് കവറാണ് തിമ്പിൾ. സ്വീവിംഗ് നീഡിലുകൾ രണ്ടു തരത്തിലുണ്ട്. ഹാൻഡ് സ്വീവിംഗ് നീഡിൽ, മെഷീൻ സ്വീവിംഗ് നീഡിൽ എന്നിവയാണവ. ഫാബ്രിക്കുകളെ തുന്നിച്ചേർക്കാനും സീമുകൾ ഉണ്ടാക്കാനും ഗാർമെന്റുകളിൽ കൈകൊണ്ട് തുന്നിയ വിവിധ ഡീറ്റെയിലിംഗുകൾ സൃഷ്ടിക്കാനും ഒരു സീവിംഗ് നീഡിൽ ഉപയോഗിക്കുന്നു. കനം കൂടിയ ഫാബ്രിക്കുകൾ ഹാൻഡ് സ്റ്റിച്ചിംഗ് ചെയ്യുമ്പോൾ വിരലുകൾക്ക് സംരക്ഷണം നൽകാൻ ഒരു നീഡിൽ ഗ്രാബർ ഉപയോഗപ്രദമാണ്. ബുദ്ധിമുട്ടുള്ള ഹാൻഡ് സ്റ്റിച്ചിംഗ് ചെയ്യുമ്പോഴും വസ്ത്രങ്ങളിൽ ഡാമേജ് വന്ന ഭാഗങ്ങൾ ശരിയാക്കുമ്പോഴും എംബ്രോയിഡറി ഡാർണിംഗ് നീഡിലുകൾ ഉപയോഗിക്കുന്നു. ഡാർണിംഗ് സമയത്ത് ഫാബ്രിക്കിനെ സപ്പോർട്ട് ചെയ്യുന്നതിനും ഷേപ്പ് ചെയ്യുന്നതിനും ഡാർണിംഗ് മഷ്റൂം ഉപയോഗിക്കുന്നു.
വൂൾ കൊണ്ട് നിർമ്മിച്ച മഷ്റൂമിന്റെ ഷേപ്പുള്ള ടൂളാണിത്. ഫാബ്രിക് ട്യൂബ് തുന്നിച്ചേർത്തതിനു ശേഷം അതിന്റെ വലതുവശം പുറത്തേക്കെടുത്ത് തിരിക്കുന്നതിന് ലൂപ്പ് ടേർണർ ഉപയോഗിക്കുന്നു. ഫാബ്രിക്കിലേക്ക് കേസിംഗുകളിലൂടെയും ചാനലുകളിലൂടെയും ഇലാസ്റ്റിക്, റിബൺ അല്ലെങ്കിൽ ഡ്രോ സ്ട്രിങ്ങുകൾ തുന്നിച്ചേർക്കാൻ ബോട്ട്കിൻ ഉപയോഗിക്കുന്നു. വ്യത്യസ്ത തരം സ്റ്റിച്ചിങ്ങുകൾ നിർമ്മിക്കുന്നതിനായി വ്യത്യസ്ത സ്റ്റൈലിലും വ്യത്യസ്ത കോൺഫിഗറേഷനിലുമുള്ള സ്വീവിംഗ് മെഷീനുകൾ ലഭ്യമാണ്. ഇവയിൽ മിക്കതും ഫുട് പെഡലിൽ പ്രവർത്തിക്കുന്നവയാണ്. ടൂളുകൾ കൈകാര്യം ചെയ്യുമ്പോൾ പാലിക്കേണ്ട സേഫ്റ്റി പ്രിക്കോഷനുകളെക്കുറിച്ച് നമുക്കിനി നോക്കാം. തറയിൽ ഓയിൽ വീണാൽ ജോലിസ്ഥലം ഉടൻ വൃത്തിയാക്കണം, അല്ലെങ്കിൽ നിങ്ങൾ സ്കിഡായി അപകടം സംഭവിക്കാം. മെഷീൻ പ്രവർത്തിപ്പിക്കുന്നതിന് മുമ്പ് നീഡിലിൽ ത്രെഡ് ശരിയായി ത്രെഡ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. നീഡിൽ ത്രെഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കാലുകൾ പെഡലിൽ നിന്ന് അകറ്റി നിർത്തുക. മെഷീൻ പ്രവർത്തിക്കാത്ത സമയങ്ങളിൽ മോട്ടോർ ഓഫ് ചെയ്യുക. മെഷീൻ പ്രവർത്തിപ്പിക്കുമ്പോൾ അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഒഴിവാക്കുക. നീളമുള്ള മുടി നന്നായി കെട്ടിവെക്കുക. ഷാർപ്പ് ടൂളുകൾ ഉപയോഗിക്കുമ്പോൾ മൂർച്ചയുള്ള ഭാഗം കയ്യിലാണെന്നും ഗ്രിപ്പ് ഭാഗം വാങ്ങുന്നയാളുടെ കയ്യിലാണെന്നും ഉറപ്പാക്കുക. ഉപയോഗിക്കാത്ത സമയത്ത് സ്വീവിംഗ് മെഷീൻ മൂടിവെക്കുക. ചർച്ച ചെയ്ത പ്രധാന പോയിന്റുകൾ നമുക്ക് ഒന്ന് നോക്കാം. ഉപയോഗത്തെ അടിസ്ഥാനമാക്കി ടൂളുകളെ 5 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. അതായത് മെഷറിംഗ് ടൂളുകൾ, ഡ്രാഫ്റ്റിംഗ് ടൂളുകൾ, മാർക്കിംഗ് ടൂളുകൾ, കട്ടിംഗ് ടൂളുകൾ, സ്വീയിംഗ് ടൂളുകൾ. വസ്ത്രനിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ അളക്കുന്നതും പാറ്റേണുകൾ ഡ്രാഫ്റ്റ് ചെയ്യുന്നതും മുതൽ ഫൈനൽ പ്രോഡക്റ്റ് മുറിക്കുന്നതിനും തയ്ക്കുന്നതിനും ഫിനിഷ് ചെയ്യുന്നതിനും ഈ ടൂളുകളെല്ലാം ടൈലർമാരെ സഹായിക്കുന്നു. ഇതോടെ നമ്മൾ ഈ സെഷന്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. സ്വീവിംഗ് ടൂളുകൾ, അവയുടെ പ്രാധാന്യം, പാലിക്കേണ്ട സേഫ്റ്റി പ്രിക്കോഷനുകൾ എന്നിവയെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണ ലഭിച്ചിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.